ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഹൈപ്പ് ഒക്കെ അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ഇന്നലെ പറഞ്ഞതിന്റെ ബാലൻസ് ആണ് ഞാൻ പറയുന്നത്. സ്ഥിരം ഒരു 2:30-3 മണിക്കിടയിൽ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്നലെ പറഞ്ഞതിന്റെ ബാലൻസ് ആണ് ഞാൻ പറയാൻ പോകുന്ന കഥയെ. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ നേരെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് ഗംഗാധരനെ. അങ്ങനെ ഗംഗാധരനെ ഫോൺ എടുത്ത് വിളിച്ചിട്ട് കുറെ നാളായി. ഇപ്പം ഒരു ബന്ധവും അവരും ഒക്കെ ആയിട്ടില്ല. നമ്മുടെ ബാലചന്ദ്രൻ മാക്സിമം അകലം പാലിച്ചാണ് നടക്കുന്നത്. അപ്പം ഗംഗാധരനെ ഫോൺ എടുത്ത് വിളിച്ചു. ഗംഗാധരൻ എന്തു പറ്റി ബാലചന്ദ്ര? അല്ല, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയായിരുന്നോ എന്ന് ചോദിച്ചപ്പം നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, ഓ, ജീവിച്ചിരിക്കുന്നവർ ആരൊക്കെയാണെന്നൊക്കെ എനിക്കറിയാം. പിന്നെ മരിച്ചവരുടെ ലിസ്റ്റ് ഒന്നും ഞാൻ എടുക്കാൻ പോയിട്ടുമില്ല. പിന്നെ ഞാൻ ഇപ്പം വിളിച്ചത് വേറൊന്നുമല്ല, ഒരു കേണൽ, റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരന്റെ നമ്പർ എനിക്കൊന്ന് വേണമായിരുന്നെന്ന്. അപ്പൊ തന്നെ അത്രയും നേരം എന്തോ വലിയ രീതിയിൽ അങ്ങോട്ടേക്ക് മറുപടി കൊടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഗംഗാധരന്റെ നാക്ക് വിഴുങ്ങിപ്പോയിട്ടോ. ഗംഗാധരൻ സൈലന്റ് ആയി, ഒന്നും മിണ്ടുന്നില്ല. ബാലചന്ദ്രൻ ചോദിച്ചു, എന്തു പറ്റി? അല്ല, ഇത്രയും നേരം ഇങ്ങോട്ട് സ്പീഡിലായിരുന്നല്ലോ ആൻസർ തന്നോണ്ടിരുന്നത്, ഇപ്പൊ എന്താ പറ്റിയത്? ഞാൻ ചോദിച്ചതേ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റാൻലി ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരന്റെ നമ്പർ എനിക്ക് വേണമായിരുന്നു. അല്ല, നിങ്ങളുടെ കയ്യിൽ കാണുമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ ഒക്കെ കയ്യിൽ കാണുമായിരിക്കുമല്ലോ. ഈ സ്റ്റാൻലി ആരാന്ന് ഞാൻ പ്രത്യേകിച്ച് എഴുതി ഇട്ട് അയച്ചിട്ട് തരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പറഞ്ഞപ്പോ തന്നെ മനസ്സിലെ പേര് സ്റ്റാൻലി ആരാന്ന് മനസ്സിലായി കാണുമല്ലോ. തന്റെ പെങ്ങള് തന്റെ കൂടെ വന്ന് നിന്നപ്പം അയാളുടെ കൂടെ ആയിരുന്നല്ലോ ഈ ഇരിപ്പും കിടപ്പും നടപ്പും. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോ പ്രഗ്നന്റ് ആയതും ഒരു കുഞ്ഞിനെ പ്രസവിച്ച കഥയൊക്കെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ കഥ ഫുള്ള് നിരത്തി കൊടുത്തു ബാലചന്ദ്രൻ കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗംഗാധരൻ പറഞ്ഞു, എന്താ ബാല, നീ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത്? എപ്പോഴും 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 ഇത് നീ എന്തിനാ ഓർമ്മിപ്പിക്കുന്നത്? ബാലചന്ദ്രന്റെ മനസ്സിൽ നിന്ന് അതൊന്നും പെട്ടെന്ന് പോവില്ലടോ. അതുകൊണ്ട് തന്നെയാ എനിക്കിപ്പം സ്റ്റാൻലിയുടെ നമ്പർ വേണം. അല്ല, ഇപ്പൊ സ്റ്റാൻലിയുടെ നമ്പർ എന്തിനാ താൻ തിരക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമുണ്ട്. അത് പിന്നെ എന്റെ കയ്യിൽ സ്റ്റാൻലിയുടെ നമ്പർ ഒന്നുമില്ല. അയാൾ എവിടെയാണെന്നോ ഒന്നൊന്നും എനിക്കറിയില്ല. അന്നേ അയാളുമായിട്ടുള്ള ബന്ധം ഞാൻ സ്റ്റോപ്പ് ചെയ്താണ്. അത് തിരക്കി ഞാൻ പോയിട്ടുമില്ല എന്ന് പറഞ്ഞപ്പം, എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. തന്റെ പെങ്ങൾക്ക് ചിലപ്പോ അറിയായിരിക്കുമല്ലോ സ്റ്റാൻലിയുടെ നമ്പർ. കൂടെ നടന്നതും ഇരുന്നതും കിടന്നതും ഒക്കെ അല്ലേ. അപ്പൊ പെട്ടെന്ന് അങ്ങനെ മറക്കാൻ വഴിയില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ വൈജയോട് ചോദിച്ചോളാം, തനിക്ക് തരാൻ പറ്റില്ലെങ്കിൽ വേണ്ടാന്ന്. ഇത് കേട്ട ഉടനെ നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, അയ്യോ, ഈ എന്താ ബാല ഈ പറയുന്നത്? വൈജിയോട് ചോദിക്കാമെന്നോ? വൈജിയോട് ചോദിക്കൊന്നും വേണ്ട. അല്ല, തന്റെ കയ്യിൽ നമ്പർ ഇല്ലാത്ത പക്ഷം പിന്നെ ഞാൻ വൈജിയോട് ചോദിക്കാതെ ആരോടാ ചോദിക്കേണ്ടത്? എനിക്ക് വൈജിയോട് ചോദിക്കാനല്ലേ ഗംഗേട്ടാ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗംഗാധരൻ പറഞ്ഞു, അത് പിന്നെ ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും ഒപ്പിച്ചു തരാനായിട്ട് നോക്കാം. എവിടെന്നെങ്കിലും ഒപ്പിച്ചു തരാനായിട്ട് നോക്കാന്നേ എനിക്കിപ്പോ പറയാൻ പറ്റത്തുള്ളൂ. ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം വേറൊന്നുമല്ല, അയാൾ എവിടെയാണെന്നോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോ, അല്ല, ഈ സ്റ്റാൻലി ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്താ ഇത്ര ഉറപ്പിരിക്കുന്നത്? പുന്നാര പെങ്ങളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി, ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി കൊന്നു കളഞ്ഞെങ്കിലോ? അപ്പൊ പിന്നെ നമ്പർ കിട്ടുവോടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എന്താ ബാലൻ ഈ പറയുന്നത്? ദേ, മനസ്സിൽ കാണാത്ത കാര്യങ്ങളൊന്നും ഇങ്ങനെ പറയരുത്. ഞങ്ങൾക്കന്ന് സ്റ്റാൻലിയോട് ശത്രുത ഉണ്ടായിരുന്നു. അത് ഏതൊരു ആങ്ങളമാർക്കും തോന്നുന്ന ഒരു ശത്രുത തന്നെയാണ്. തന്റെ പെങ്ങളെ കൈവശപ്പെടുത്തി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും, അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ആർക്കാ സഹിക്കാൻ പറ്റാവുന്നത്? അപ്പൊ ഉണ്ടായൊരു ശത്രുത അല്ലാതെ വേറൊരു ശത്രുത ഞങ്ങൾക്കിടയിൽ ഇല്ല. ഏതായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ദയവ് ചെയ്ത് ബാലചന്ദ്രൻ വൈജയോടൊന്ന് പറയാതിരിക്കണം. വൈജ ഇത് അറിയരുത് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞപ്പം, വൈജ ഇത് എന്നാ അറിയുന്നത് എന്ന് നിങ്ങൾക്കൊന്നും അറിയില്ല. എനിക്ക് എന്നാണോ വൈജയോട് ഇതൊക്കെ പറയാൻ തോന്നുന്നത് അന്ന് ചിലപ്പോൾ ഞാൻ ഇതൊക്കെ തുറന്നു പറയും. പിന്നെ എണ്ണിപ്പെട്ട് കഴിഞ്ഞു, അലീന ഇവിടെയുള്ള ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അലീന ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞോ എന്ന് അലീന തന്നെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ ആരെയാണോ പേടിക്കേണ്ടത്? ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും എനിക്കിപ്പോ സ്റ്റാൻലീനെ കിട്ടിയേ പറ്റൂ. കാരണം വേറൊന്നുമല്ല, അലീന ഇവിടെ നിൽക്കുന്നില്ല. അലീന ജോലിക്ക് പോവുക എന്നാ പറഞ്ഞത്. അവളെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കണമെങ്കിൽ അവളെ ഏറ്റവും സുരക്ഷിതം അവളുടെ അച്ഛന്റെ കൂടെയല്ലേ, അവൾക്ക് ജന്മം നൽകിയ പിതാവിന്റെ കൂടെയല്ലേ. അപ്പൊ പിന്നെ ഞാൻ ഏൽപ്പിക്കേണ്ടത് ആരെയാ? സ്റ്റാൻലീനെ തന്നെയല്ലേ. അപ്പൊ ഞാൻ സ്റ്റാൻലീനെ തപ്പി കണ്ടുപിടിക്കണ്ടേ? ഇപ്പം അവളുടെ ലോക്കൽ ഗാർഡി ഞാനാണ്. എനിക്ക് അവളെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കണമെന്നുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാൻലി എന്ന അയാളെ
കണ്ടുപിടിക്കും. അതിപ്പം താൻ നമ്പർ തന്നില്ലെങ്കിലും ഈ ബാലചന്ദ്രന് കൊക്കിന് ജീവനുണ്ടെങ്കിൽ സ്റ്റാൻലിനെ കണ്ടുപിടിച്ച് അലീനയെ ഏൽപ്പിച്ചിട്ടേ ഈ ബാലചന്ദ്രന്റെ അവസാന ശ്വാസം വരെ നിലച്ചു പോവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ഗംഗാധരൻ ബാല എന്ന് വിളിക്കുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഫോണിന്റെ ആ ഒരു ഫോൺ എടുത്ത് നമ്മുടെ ബാലചന്ദ്രൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയാണ് കേട്ടോ. അപ്പൊ അലീനയെ രോഹിത്തിനെ മാക്സിമം സന്തോഷിപ്പിക്കുക ഉള്ളതാണ് രേവതിയുടെ ഇന്നത്തെ ചാർട്ട് എന്ന് പറയുന്നത് തന്നെ. അപ്പൊ രേവതി ഒരു വലിയൊരു ചാർട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഗ്രേസിക്കും മാമച്ചനും കൂടി. ഇന്ന് വൈകിട്ട് മറൈൻ ഡ്രൈവിൽ പോകണം, അതുപോലെ ഇന്ന് വൈകിട്ട് സെക്കൻഡ് ഷോ കാണാൻ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, അവിടെ കൊണ്ടുപോകണം, ഇന്ന് പുറത്തുനിന്ന് ഡിന്നർ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ചാർട്ടാണല്ലോ. അപ്പൊ ഈ ചാർട്ട് വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ മാമച്ചൻ ഇരിക്കുക. മാമച്ചൻ ഗ്രേസിയോട് പറയാണ്, ഇത് എന്താ ഇത് അവള് വലിയൊരു ലിസ്റ്റ് ആണല്ലോ ഇവള് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്യാനാ മാമച്ച, അവള് പറയുന്നത് നമുക്ക് കേട്ടല്ലേ പറ്റത്തുള്ളൂ. ഇനിയിപ്പം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ നമുക്ക് ഇതൊരു രസമല്ലേ മാമച്ച, നമ്മൾ ഇവിടെ സൈലന്റ് ആയിട്ട്, നമുക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പോഴല്ലേ വീടിനൊരു അനക്കം വന്നത്, ഇപ്പോഴല്ലേ വീടിനൊരു ഐശ്വര്യം വന്നത്. എല്ലാവരുടെയും ഒച്ചയും ബഹളവും ഒക്കെ പൊങ്ങി തുടങ്ങി. നമ്മുടെ മോൻ മരിച്ച അന്ന് മുതൽ നിലച്ചതല്ലായിരുന്നു നമ്മുടെ ഈ വീടിന്റെ ഐശ്വര്യവും ഈ വീട്ടിൽ ഉണ്ടാവുന്ന ശബ്ദവും ഒക്കെ. ഇപ്പോഴല്ലേ അത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്, അത് രേവതിക്കുട്ടി കാരണമല്ലേ. അപ്പൊ പിന്നെ നമ്മൾ അവളെ അല്ലാതെ വേറെ ആരെയാ സന്തോഷിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പം അതെ ഗ്രേസി, നീ പറയുന്നത് ശരിയാ, നമ്മൾ എന്തും ഏതിനും അവളോട് തർക്കുത്തരമൊക്കെ പറയുമെങ്കിലും അവളും ഇങ്ങോട്ട് തർക്കുത്തരം പറയുമെങ്കിലും അവളുടെ സ്നേഹം അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അവൾക്ക് ഈ ലോകത്ത് ഇപ്പം നമ്മളല്ലേ എല്ലാം, അതുപോലെ നമുക്ക് ഇപ്പം അവളല്ലേ ഉള്ളൂ ഈ ലോകത്തെല്ലാമായിട്ട്. അപ്പൊ പിന്നെ അവള് പറയുന്നതല്ലേ കേൾക്കേണ്ടത്. പിന്നെ നമ്മൾ ചുമ്മാ അവളെ കാണിക്കാനും കേൾപ്പിക്കാൻ വേണ്ടി ചെറിയ ചില്ലറയും അല്ലറയും ഒക്കെ നമ്മൾ പൊട്ടും തൊങ്ങലും ഒക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അത് അവക്കറിയാം എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണം. അപ്പോഴത്തേക്ക് രേവതി വന്നിട്ട്, അതെ കുറെ നേരം ആയല്ലോ രണ്ടും കൂടെ റൂം അടച്ചിട്ട് കുശു എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട്, എന്താ വല്ല പരദൂഷണവും പറയാണോ? മതി, സമയം എത്രയായെന്ന് അറിയാമോ? 4 മണിയാകാൻ പോവാ. ഇനി മറൈൻ ഡ്രൈവിൽ പോയിട്ട് കുറച്ച് ചുറ്റിക്കറങ്ങിയിട്ട് വേണം സെക്കൻഡ് ഷോക്ക് കയറാനായിട്ട്. ഡിന്നർ കഴിക്കണ്ടേ? ഇതിനെല്ലാം ഇനി സമയമുണ്ടോ? ഒരു ഉത്തരവാദിത്വ ബോധമില്ല, മര്യാദയ്ക്ക് ഒരുങ്ങാൻ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് രേവതി ചാടിക്കടിക്കാണ്. അപ്പോഴേക്കും നമ്മുടെ ഗ്രേസി പറയുന്നില്ല, പൊന്ന് രേവതിക്കുട്ടി, നീ എനിക്ക് ഒന്ന് സമാധാനം എന്താ, നീ എന്തിനാ ഈ ചെലെന്ന് പറഞ്ഞോണ്ട് നടക്കുന്നത്? അവരെ കൊണ്ടുപോകാന്ന് പറഞ്ഞല്ലോ, പിന്നെ നീ എന്തിനാ ഇതുപോലെ കിടന്ന് പെടയ്ക്കുന്നത്? നീ ആദ്യം പോയി ഒരുങ്ങാൻ പറഞ്ഞപ്പോ ഒരുങ്ങാൻ ഇത്ര വലിയ സമയമൊന്നും വേണ്ട. രേവതിക്ക് ഒരു ചുരിദാർ എടുത്ത് ഇട്ട് ഒന്ന് മുടിയും കെട്ടിക്കഴിഞ്ഞാൽ രേവതിക്കുട്ടി സൂപ്പറാ. പക്ഷേ കുട്ടിയെല്ലാം കൂടെ അടിച്ചു കയറ്റിയിട്ട് ഒരുങ്ങി വരണേ എത്ര നേരം വേണം? അതുകൊണ്ട് പെട്ടെന്ന് എന്ന് ഒരുങ്ങുക എന്ന് പറഞ്ഞപ്പോ നിന്നോട് വായിട്ട് അലയ്ക്കാൻ എനിക്ക് പറ്റത്തില്ല. നിന്റെ മുമ്പില് നീ ഇങ്ങനെ നീട്ടിക്കൊണ്ടേ ഇരിക്കും. എനിക്ക് പറ്റത്തില്ല, ഞാൻ പോവാ. നീ അതെല്ലാം അവിടെ വെയിറ്റ് ചെയ്യുക. എന്റെ പൊന്നു മാമച്ച പെട്ടെന്ന് ഒരുങ്ങാൻ നോക്ക, അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ വായിരിക്കുന്ന മുഴുവൻ നമ്മൾ കേൾക്കുന്നത്. എന്നാലും ഇതൊക്കെ അലീന കേട്ടോണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പൊ അലീന വന്നിട്ട്, എന്താ രേവതി നീ ഇച്ചിരി ഓവർ ആട്ടോ എന്ന് പറയുമ്പോ, പിന്നെ എന്താ ഓവർ, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാ, ഞാൻ ഓവർ ആണെങ്കിൽ ഞാനങ്ങ് സഹിച്ചോളാം, മര്യാദയ്ക്ക് ഒരുക്കാൻ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അലീനനെ പേടിപ്പിച്ച് രോഹിത് അവിടെ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കാണ് കേട്ടോ. രോഹിത്തിന് സത്യം പറഞ്ഞാൽ രേവതിക്കുട്ടിന് ഇഷ്ടമല്ല ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്. അപ്പൊ രോഹിത് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. എന്തിനാ നോക്കുന്നത് ഇങ്ങനെ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്റെ സംസാരം ഇഷ്ടപ്പെടുന്നില്ലല്ലേ, എന്നെ ഇഷ്ടപ്പെടുന്നില്ലല്ലേ? ഒരു കുഴപ്പമില്ല, എന്നെ ആരും ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് നിർബന്ധമില്ല എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി അങ്ങ് കയറി പോവുകയാണ് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലേ, നമ്മുടെ ഗംഗാധരനെ കിടന്നിട്ടും നടന്നിട്ടോ ഒന്നും ഇരിക്കപ്പുറതയില്ല. ഏതായാലും ഗംഗാധരൻ വരാൻ പോവുകയാണ് നാട്ടിലേക്ക്. വൈജയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇനിയും ഉണ്ടാക്കിയില്ലെങ്കിൽ, ഇനി സ്റ്റാൻലിനെ തപ്പിപ്പോയി നമ്മുടെ ബാലചന്ദ്രൻ അതിലും വലിയ പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് കരുതിയിട്ടാണ് ഒരു ഇരിക്കപ്പുറത്തെയും സമാധാനവും ഇല്ലാതെ നമ്മുടെ ഗംഗാധര മേനോൻ നേരെ കൈതക്കൽ തറവാട്ടിൽ വന്ന് ഇറങ്ങുന്നത്. അങ്ങനെ കൈതക്കൽ തറവാട്ടിൽ വന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ശിവശങ്കര മേനോനെ വിളിക്കുകയും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തു. എന്നാ പിന്നെ വാ, നമുക്ക് ഒരുമിച്ചൊരു തീരുമാനം എടുക്കാം. ഒരു പെങ്ങളുണ്ടായി പോയത് കൊണ്ട് നമ്മുടെ ഗംഗാധരനും ശിവശങ്കര മേനോനും രാജീവനും ഒന്നും ഇപ്പം സമാധാനമില്ലാത്തൊരവസ്ഥയാണ്. ജോലി സ്ഥലത്ത് പോലും നിൽക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവുക. അങ്ങനെ നമ്മുടെ ഗംഗാധരൻ വന്നു നമ്മുടെ ബാലചന്ദ്രനുമായിട്ട് ശിവശങ്കര മേനോനുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ശിവശങ്കര മേനോട് പറഞ്ഞു, ശിവശങ്കര മേനോനോട് പറഞ്ഞു, ശിവ, ഇനിയിപ്പം കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് നോക്കിയില്ല എങ്കിൽ ഉറപ്പായിട്ടും അയാൾ എന്താ കാട്ടിക്കൂട്ടുന്നൊന്നും പറയാൻ പറ്റത്തില്ലാണ്ട് വരും. അയാൾ സ്റ്റാൻലിയുടെ നമ്പർ തപ്പി എന്നെ വിളിച്ചത്. ഇനിയിപ്പം നമ്മൾ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങളൊന്നും നിൽക്കുന്നു തോന്നുന്നില്ല. അയാള് സ്റ്റാൻലിനെ തപ്പി ഇറങ്ങി സ്റ്റാൻലിനെ വല്ലതും കണ്ടുപിടിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിലും അറിയാലോ, നമ്മൾ ചെയ്തു വെച്ച കുറെ നൂലാമാലകളുണ്ട്, നമ്മുടെ അച്ഛൻ ചെയ്തു വെച്ച കുറെ നൂലാമാലകളുണ്ട്. അതൊക്കെ തപ്പി കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാലേ
ഈ കൈതക്കൽ തറവാട്ടിലെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, അതിനു മുമ്പ് തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചേ പറ്റൂ എന്ന്. അപ്പോഴേക്ക് ശിവശങ്കരമേനോൻ പറഞ്ഞു, ഇതിനെല്ലാത്തിനും ഒറ്റ കാരണം അവളാ, വൈജ. അവളുടെ അഹങ്കാരം അവസാനിക്കാതെ ഒരിക്കലും ഇതിനൊരു അന്തിമം കുറിക്കാനായിട്ട് പറ്റില്ല ഗംഗേട്ടാ. മടുത്തു, ഞാൻ മടുത്തു. അവളുടെ ഓരോ കാര്യങ്ങൾ ചെയ്തും മടുത്തു. അറിയാലോ, ഞാനിപ്പം നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്റെ മകൻ ജയിലിലാണുള്ളത്. എന്നിട്ട് പോലും എനിക്കിപ്പോഴും എന്റെ മകന്റെ കാര്യം നോക്കാതെ ഞാനിപ്പം എന്റെ പെങ്ങടെ കാര്യം നോക്കേണ്ട അവസ്ഥയാണ്. അവളെ കല്യാണം കഴിച്ചു കൊടുത്തു വിട്ടു. എന്നിട്ട് പോലും ഇനി അവള് സമാധാനം തരുന്നില്ലെന്ന് പറഞ്ഞാലേ നമുക്ക് ഒരു കാര്യം ചെയ്താൽ മതി, ഇനി അവളെ കെട്ടി തൂക്കണം. അതാ ചെയ്യേണ്ടത്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ? തലക്ക് പിടിച്ച് നടക്ക. ഒറ്റ പെങ്ങളെ ഉള്ളതെന്ന് കരുതി നമ്മള്. അപ്പൊ നമ്മുടെ ഗംഗാധരൻ വേറെ ഒന്നുമല്ല പറഞ്ഞത്, നമുക്ക് വൈജയെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. കാരണം അവൾ അറിയാതെ ചെയ്തു വെച്ച പല കാര്യങ്ങളുമാണ് ഇപ്പം അവൾക്ക് വിനയായിട്ട് വന്നിരിക്കുന്നത്. എനിക്കും അച്ഛനും നിനക്കും ഒക്കെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതാണല്ലോ ഇപ്പൊ വിനയായിട്ട് വന്നിരിക്കുന്നത്. അതിന് നമുക്ക് അവളെ പൂർണ്ണമായിട്ട് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശിവശങ്കര മേനോനും ഉത്തരം മുട്ടിപ്പോവാണ്. കാരണം നമ്മുടെ വൈജയ്ക്കും പല കാര്യങ്ങളും പല രഹസ്യങ്ങളും അറിയില്ല. സ്റ്റാൻലീനെ മാറ്റിയതും അതുപോലെ നമ്മുടെ സ്റ്റാൻലീനെയും വൈജയ്ക്കുണ്ടായ കുഞ്ഞിനെയും മാറ്റിയതും ഇതൊന്നും അറിയത്തില്ല. ആ കുഞ്ഞു മരിച്ചുപോയി എന്ന് വിശ്വസിച്ചിട്ടാണ് അച്ഛന്റെ അമ്മയുടെയും ആങ്ങളമാരുടെയും ഒക്കെ നിർബന്ധ പ്രകാരമാണല്ലോ ബാലചന്ദ്രനെ വിവാഹം കഴിച്ചത്. ഒരിക്കലും കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞു നിന്ന നമ്മുടെ വൈജയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് പല ഭീഷണി മുഴക്കി ഒക്കെയാണ് അച്ഛനും ആങ്ങളമാരും ഒക്കെ കൂടി ചേർന്ന് കല്യാണം നടത്തി കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്കൊരിക്കലും വൈജയനെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല. വൈജയ്ക്ക് ഇപ്പോഴും ആ ഒരു ബന്ധത്തിനോട് വലിയ എങ്ങനെയൊക്കെയോ മൂന്ന് പിള്ളേരുണ്ടായി അവരുടെ ആ ഒരു വിവാഹ ജീവിതത്തിനിടയിൽ എങ്ങനെയോ 3 പിള്ളേരുണ്ടായി എന്നുള്ളതല്ലാതെ വൈജയ്ക്ക് ആ ഒരു കുടുംബ ജീവിതത്തിനോട് വലിയ സംതൃപ്തിയോ ഒന്നുമില്ല. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബാലചന്ദ്രനോട് ഇടപെടുന്നതാണെങ്കിലും എന്തോ വളരെയധികം ഒരു ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു ഭർത്താവിന്റെ വില പോലും കൊടുക്കാതെയാണ് നമ്മുടെ ബാലചന്ദ്രനോട് ഇടപെടുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവൂലോ. അപ്പൊ വൈജയ്ക്ക് ഇതിൽ പൂർണ്ണമായിട്ടൊരു ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ വൈജയ്ക്ക് വേണമെങ്കിൽ ബാലചന്ദ്രനോട് പറയായിരുന്നു, ജീവിതം ആരംഭിച്ച അന്ന് മുതൽ പറയായിരുന്നു, താനൊരു കുട്ടിക്ക് ജന്മം നൽകിയിരുന്നു, തനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞെങ്കിൽ ബാലചന്ദ്രൻ പൂർണ്ണമായിട്ടും പുറത്ത് ക്ഷമിച്ച് ജീവിച്ചേനെ. പക്ഷെ അതും ചെയ്തില്ല. അപ്പൊ ആകപ്പാടെ ആങ്ങളമാരെല്ലാവരും കൂടെ കുഴഞ്ഞിരിക്കാൻ കേട്ടോ. ഇനി അങ്ങനെ ഒടുവിൽ നമ്മുടെ ശിവശങ്കര മേനോനും അതുപോലെ ഗംഗാധരനും കൂടി ഇനിയിപ്പോ സ്റ്റാൻലി എവിടെയാണ്, സ്റ്റാൻലി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ കാണുന്നതിന് മുമ്പ് തന്നെ സ്റ്റാൻലിനെ പോയി ഒന്ന് കാണണം. അല്ലെങ്കിൽ വളരെയധികം വിഷയം നമ്മുടെ വൈജയന്തിയുടെ കുടുംബത്തിൽ ഉണ്ടാകും. ഇനിയിപ്പൊ നേരിട്ട് ബാലചന്ദ്രൻ പോയി കണ്ടു കഴിഞ്ഞാൽ അതിനു മുമ്പ് തന്നെ സ്റ്റാൻലിനെ പോയി കാണുകയും സ്റ്റാൻലിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയുകയും ചെയ്യണം. ഇനി സ്റ്റാൻലിക്ക് വേറെ മക്കളോ കുട്ടികളും ഭാര്യയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ കുടുംബത്തിനും പ്രശ്നമായി തീരും. അപ്പം എത്ര കുടുംബങ്ങളാണ് തകരുന്നത്. ഇനിയും നമ്മൾ കാരണം കുടുംബങ്ങൾ തകരാൻ പാടില്ല എന്ന് ഗംഗാധരൻ ഇച്ചിരി നേരിനെറിയുള്ള മനുഷ്യനാണല്ലോ. അപ്പൊ ഗംഗാധരൻ തന്നെ പറയുന്നുണ്ട്, നമ്മൾ കാരണം ഇനിയൊരു കുടുംബം തകരാൻ പാടില്ല, ഇനിയൊരു കുടുംബവും നമ്മളെ വഴിയാധാരമാക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം മുൻകൈ എടുത്ത് നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് തന്നെ ഉണ്ടാക്കിയേ പറ്റൂ. അച്ഛനും ഒക്കെ ചെയ്തു വെച്ചിട്ട് പോയ കാര്യങ്ങളാണ് ഇതൊക്കെ. ഏതായാലും നമ്മൾ ഇതിനൊരു ക്ലിയർ ഉണ്ടാക്കിയില്ലെങ്കിൽ പല കുടുംബങ്ങളും തകരും, മക്കളുടെ ഭാവി അതുപോലെ മൊത്തം പ്രശ്നമാകും. അതുകൊണ്ട് ഗംഗാധരൻ പറയും, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്ന്. അവർക്കും നിവൃത്തിയില്ലാതെ പോവുകയാണ് കേട്ടോ. പെങ്ങളുടെ കാര്യം അങ്ങനെ കൈയൊഴിയാൻ പറ്റില്ലല്ലോ, സ്വന്തം രക്തമൊക്കെ തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരേ രക്തമാണല്ലോ, അപ്പൊ കൈയൊഴിയാൻ പറ്റത്തുമില്ല. എന്നാൽ പല കുടുംബങ്ങൾ തകരുന്നത് കണ്ടുകൊണ്ട് നിൽക്കാനും പറ്റത്തില്ല. അതിന്റെ ശാപം ഇനിയും ഇത് കണ്ടു, ഇപ്പൊ പല ശാപങ്ങൾ തന്നെ ആയിരിക്കാം ഹരിയിലൂടെയൊക്കെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും പല ശാപങ്ങൾ നമ്മുടെ കുടുംബത്തിൽ വരാൻ പാടില്ല ശിവ എന്ന് ശിവനോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. ഇപ്പൊ നേരെ ആങ്ങളമാര് നമ്മുടെ വൈജയനെ കാണാനും ഉപദേശിക്കാനും ഒക്കെ പോകുന്നുണ്ട്. അതിനിടയിൽ അലീനയെ അവിടെ നിന്ന് തുരത്താനായിട്ട് കുറച്ച് ദിവസം അലീന ചോദിച്ചിട്ടുണ്ട്. ആ ദിവസത്തിനുള്ളിൽ അലീനയെ തുരത്താനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പം എന്തൊക്കെയാണ് സംഭവിക്കാൻ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കട്ടോ, അടിപൊളി വിശേഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങൾക്ക് നമ്മുടെ അലീനയുടെ കഥയുടെ വിശേഷങ്ങൾ മുൻകൂട്ടി കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ നോവൽ ബേസ് ചെയ്തിട്ടാണ് കഥയൊക്കെ പറയുന്നത്. നമ്മുടെ നോവല്
നോവൽ അനുസരിച്ചാണ് കഥ നമ്മൾ പറയാറുള്ളത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് രേവതിയുടെ അല്ലല്ലോ സോറി അലീനയുടെ ഫുൾ വിശേഷം എന്ന് പോസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ നാളത്തെ പ്രമോ വിശേഷവും നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ അപ്കമിങ് വിശേഷങ്ങൾ മാത്രമാണ് ഇടുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒരു ലൈക്ക് ഒരു ഹൈപ്പ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ പോകാവുള്ളൂ. അപ്പൊ ടാറ്റ ബൈ ബൈ.